ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷനെ അടിച്ചമർത്തുക എന്നുള്ളതല്ല അർത്ഥം. എങ്ങനെ ഇമോഷനെ കൈകാര്യം ചെയ്യാം എന്നതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഇമോഷനെ അടിച്ചമർത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ അത് മറ്റു രോഗമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ട്രോമ ആയിട്ടോ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ എങ്ങനെ നമ്മുടെ ഇമോഷനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് പലർക്കും അറിയാത്തത്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. നമ്മുടെ ഇമോഷനെ കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും നല്ലത് അത് ഫുള്ളായിട്ട് അത് ഇല്ലെന്ന് പ്രിറ്റൻഡ് ചെയ്യുന്നതിന് പകരം അത് ഫുള്ളായിട്ട് അനുഭവിച്ചിട്ട് അതിനെ ഫുള്ള് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നത് വരെ നമ്മൾ അതിനെ ആശ്വസിപ്പിക്കുക. അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് തീരെ വയ്യ, അതായത് പെയിൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പെയിന് ഫുള്ളായിട്ട് നമ്മൾ ഇമോഷൻ അനുഭവിക്കുക. എന്നിട്ട് അത് നമ്മളിൽ നിന്ന് പോകുന്നതായിട്ട് മെല്ലെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമോഷൻ പിന്നെ ഒരിക്കലും വരില്ല. നമുക്ക് നമ്മുടെ ട്രോമയൊന്നും ഇല്ലാതെ നമ്മുടെ ഇമോഷനെ കൈകാര്യം ചെയ്യാനും പറ്റും. നമുക്ക് കൂടുതൽ ഇമോഷണൽ ഇൻ്റലിജൻസ് വരും. നമുക്ക് എത്ര വലിയ ഇമോഷൻസ് വന്നാലും ഇതേ രീതിയിൽ കൈകാര്യം ചെയ്യാനും സാധിക്കും.